ഹലോ, ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആണല്ലേ ഈ വഴുതനം കൊണ്ടുള്ളൊരു മോരുകറി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു വെറൈറ്റി വെർഷനാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ വഴുതനങ്ങ ഒന്ന് ചുട്ടെടുക്കണം. നമ്മൾ ഗ്യാസിൽ ഇങ്ങനെ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ അടുപ്പിൽ വെച്ചോ നമുക്കിതിങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഈ ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തോല് നന്നായിട്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചെറിയ കരിച്ചിലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ തോല് നമ്മൾ അതിൽ നിന്ന് മാറ്റിയെടുക്കണം. ഈ തോല് മാറ്റുന്ന സമയത്ത് കൈ പൊള്ളാതെ സൂക്ഷിക്കണം. ആദ്യം നമ്മളിതൊന്ന് കുറച്ചൊന്ന് ചൂടാറിയിട്ട് വേണം അത് തോലിൽ അകത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. തൊലി മൊത്തം കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് നമ്മൾ ഇഞ്ചിയൊക്കെ ചതക്കുന്ന കല്ലുണ്ടല്ലോ അതിൻ്റെ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നത് ക്രഷ് ചെയ്തെടുക്കണം. നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടി മിക്സി ഒന്ന് യൂസ് ചെയ്ത് മിക്സി ആകുമ്പോൾ നമുക്ക് അധികം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ ഇത് പാകത്തിനുള്ളൊരു ചതവേ വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പൊട്ടാറ്റോ മാഷർ യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് ഒന്നുകൂടി കംഫർട്ട് ഇതാണ്, അതുകൊണ്ട് ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കരിവേപ്പിലയും അതേപോലെ പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടി കൂടി ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വഴുതനങ്ങയുടെ മിശ്രിതത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുക്കേണ്ട കുറച്ച് തൈരാണ്. ഏത് ടൈപ്പ് ഓഫ് തൈര് വേണമെങ്കിലും എടുക്കാം കേട്ടോ. കുറച്ച് കട്ടിയുള്ളതാണെങ്കിലും ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ തൈര് എടുത്തിട്ട് വഴറ്റി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വഴുതനങ്ങയുടെ മിക്സ് എന്ത് ചെയ്യുക, അതിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തിയാണ്, അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. തൈരായതുകൊണ്ട് കുറച്ച് പുളി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇവിടെ അരിമോളൊന്നും വഴുതനങ്ങ കഴിക്കാറേ ഇല്ല. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.